ജയലാലിനെ ഫോൺ ചെയ്യുകയാണ് രചന. രചന ചോദിക്കുകയാണ്, ചേട്ടന് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിരുന്നില്ലേ? ചേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോസ്. പെട്ടെന്ന് ജയലാൽ ചോദിക്കുകയാണ്, രചന അല്ലേ? ഒന്ന് പതറി രചന ചോദിക്കുകയാണ്, എന്നെ എങ്ങനെ അറിയാം? ആ ഫോട്ടോയും കിട്ടിയപ്പോൾ തന്നെ ആളിനെയും തിരിച്ചറിഞ്ഞു. അതിനുള്ള സംവിധാനമൊക്കെ മൊബൈലിൽ ഉണ്ടല്ലോ. ഞാനേ ദീപയുടെ ക്ലാസ്മേറ്റ് ആണ്. അന്ന് നിങ്ങൾക്ക് അയച്ചു തന്നതൊക്കെ എന്റെ ഒരു ക്രിയേഷൻസ് ഒന്നും അല്ല. അതൊക്കെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു സമയത്ത് അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതുമാണ്. അവരൊക്കെ അത് ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. ജയലാൽ പറയുകയാണ്, അതൊന്നും എനിക്കറിയണ്ട. ആ ഫോട്ടോസ് വന്നപ്പോൾ തന്നെ ഞാൻ ആ ബന്ധം വേണ്ടാന്ന് വച്ചു. അന്യ ആണുങ്ങളോടൊപ്പം കഴിയുന്ന, അവരുമായി കറങ്ങുന്ന ഒരു പെൺകുട്ടി എനിക്ക് ആവശ്യമില്ല. സന്തോഷത്തോടുകൂടി രചന പറയുകയാണ്, അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരൂ. അവളും അവളുടെ അനിയത്തിയുമൊക്കെ അഴിഞ്ഞാടി നടക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. ഏത് തിയേറ്ററിൽ പോയാലും ഐസ്ക്രീം പാർലറിൽ പോയാലും അവളുമാരെയൊക്കെ കാണാം. പണം കിട്ടുമെന്നറിഞ്ഞാൽ ആരുമായും കൂട്ടുകൂടും. അതാ ഇനങ്ങൾ. അന്നേരം ജയലാൽ പറയുകയാണ്, ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ട. അത് ഞാൻ വിട്ടല്ലോ. ഏതായാലും വിവാഹത്തിന് മുൻപ് എന്നെ അറിയിച്ചതിന് നന്ദി. ശരി ചേട്ടാന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഫോൺ വയ്ക്കുകയാണ് രചന. പിന്നീട് കോളേജിൽ ദിയെ പിടിച്ചു നിർത്തുകയാണ് രചന. രചന ചോദിക്കുകയാണ്, എന്താ അവളൊന്ന് വന്നില്ലേ, നിന്റെ ചേച്ചി? അതെന്തിനാ നീ അറിയുന്നതെന്ന് ദിയ ചോദിക്കുമ്പോൾ രചന പറയുകയാണ്, അല്ല, അവളോട് പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. നിന്റെ ചേച്ചിക്കൊരു കുടുംബജീവിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അവളെ നാണം കെടുത്തിയത്. എന്നിട്ടും അവളെ ഏറ്റെടുക്കാൻ ഒരു കോന്തൻ തയ്യാറായി. ഇനി അത് പാടില്ലല്ലോ. ഇനി ഏതായാലും അവൻ അവൾക്ക് വേണ്ടി ഒരു താലിമാല വാങ്ങിക്കില്ലടി. ദിയ പറയുകയാണ്, നീ കാരണം ഒരാൾ മരിച്ചല്ലോ, നിന്റെ അച്ഛൻ. ഇനി അയാൾ വിചാരിച്ചാൽ പോലും എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ കഴിയില്ലടി. രചന പറയുകയാണ്, അവൻ ആണാണെങ്കിൽ ഇനി അവളെ കെട്ടില്ല. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ദിയ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്തു എന്നാണ്? നീ എന്ത് ചെയ്താലും അതിനുവേണ്ടി ഓടി നടക്കുന്ന സമയവും ആരോഗ്യവും നഷ്ടം എന്ന് മാത്രം. എന്റെ ചേച്ചിക്കായി ഒരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അന്ന് വരികയാണെങ്കിൽ ലാലേട്ടൻ വാങ്ങിയ താലി എന്റെ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നത് നിനക്ക് നേരിട്ട് കാണാം. എന്നിട്ട് സദ്യയും കഴിച്ച് മടങ്ങാം. രചന പറയുകയാണ്, അതല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അവളെ ഏറ്റെടുക്കാൻ വന്നവൻ വേണ്ടാന്ന് പറയുന്നതോടുകൂടി അതും മുടങ്ങും. വീണ്ടും അടുത്തവൻ വരും. അങ്ങനെ അവൾ മൂത്തു നരച്ചു കിടക്കുമ്പോൾ ഒരു ദിവസം ഫാനിൽ കിടന്ന് തൂങ്ങിയാടുന്ന ആ കാഴ്ച നിനക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് വേറൊരു സദ്യ നടക്കും, നിന്റെ ചേച്ചിയുടെ 16ന്റെ. അതിന് ഞാൻ വരാമടി. വന്ന് സദ്യ തട്ടിയിട്ട് പോകാം. ദേഷ്യത്തോടുകൂടി ദിയ പറയുകയാണ്, അതിനു മുന്നേ നിന്നെ ഞാൻ കൊല്ലുമടി എന്ന് പറഞ്ഞ് രചനയുടെ കഴുത്തിന് പിടിക്കുകയാണ് ദിയ. രചനയും ദിയയും പിടിച്ചു മാറ്റുകയാണ് കൂട്ടുകാർ. ദിയ പറയുകയാണ്, ഇവളൊന്നും കോളേജിൽ പഠിക്കാൻ വരുന്നവളല്ല. നല്ല പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് രസിക്കുന്ന ഇവളെ പോലുള്ളവർ മരിക്കുക തന്നെ വേണം. രചന പറയുകയാണ്, അവളെ വിട്, അവൾ എന്നെ കൊല്ലട്ടെ. എന്റെ ചേച്ചിയല്ല ഞാൻ. നിനക്ക് എന്നോടും എന്റെ കുടുംബത്തോടും വല്ല ദേഷ്യവും ഉണ്ടെങ്കിൽ അത് നിന്റെ ഉള്ളിൽ തന്നെ വെച്ചിരുന്നാൽ മതി, പുറത്തോട്ടെടുക്കേണ്ട. അതൊന്നും എന്റെ അടുത്ത് ചിലവാവില്ല. രചന പറയുകയാണ്, നീ കിടന്ന് ചിലയ്ക്കും, പക്ഷെ ഞാനെല്ലാം ചെയ്യും. കല്യാണം മുടങ്ങിയതിന്റെ ദുഃഖത്തിൽ ഒരുത്തിരുന്ന് മോങ്ങുന്നത് നിനക്കിനി കാണാമടി. ദിയ പറയുകയാണ്, ലാലേട്ടൻ എന്റെ ചേച്ചിയെ വേണ്ടാന്ന് പറഞ്ഞാൽ ഇനി ഈ കോളേജിലേക്ക് ഞാൻ വരില്ലടി. എന്റെ പഠിത്തം ഞാൻ അതോടുകൂടി അവസാനിപ്പിക്കും. രചന പറയുകയാണ്, എന്നാൽ നിർത്തിക്കോ. ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം നിനക്ക് എഴുതേണ്ടി വരില്ല. കാണാടി നമുക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ദിയ. രചനയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, നിനക്കിതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? രചന പറയുകയാണ്, ഇന്നലെ അവളുടെ ചേച്ചി ഇവിടെ വന്ന് തന്റെ ഇടം കാട്ടിയില്ലേ, ഇനി അവള് വരില്ല. ചേച്ചിയും അനിയത്തിയും ഒന്നിച്ചതോടുകൂടി പഠിപ്പ് അവസാനിപ്പിക്കും. പിന്നീട് ദീപയെ ഫോൺ ചെയ്യുകയാണ് ജയലാൽ. ജയലാൽ പറയുകയാണ്, എനിക്ക് ദീപയെ ഒന്ന് കാണണം ഉടനെ. എന്താ ലാലേട്ടാ, ആവശ്യമൊക്കെ ഉണ്ട്. തിരക്കൊന്നുമില്ലെങ്കിൽ ഒന്ന് വരാമോ? എവിടേക്കാ വരേണ്ടതെന്ന് ദീപ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, ഡ്രസ്സൊക്കെ ചെയ്ത് പെട്ടെന്നിറങ്ങിക്കോ. നമ്മൾ സ്ഥിരമായി കാണാറുള്ള പാർക്കില്ലേ, അവിടേക്ക് വന്നാൽ മതി. ദീപ പറയുകയാണ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നോ? എന്നാൽ പെട്ടെന്നിറങ്ങിക്കോ. ദീപ ചോദിക്കുകയാണ്, ഒരുപാട് വൈകുമോ തിരികെ വരാൻ? ഇല്ലടോ, പെട്ടെന്ന് വിടാം. ദീപ പറയുകയാണ്, ശരി എങ്കിൽ ഞാൻ ഉടനെ എത്താം. പിന്നീട് ജയലാൽ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ് ദീപ. ദീപയെ കണ്ട് ജയലാൽ ചോദിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടായോ? എപ്പോഴും വീട്ടിലേക്ക് വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഒതുങ്ങി നിന്നത്. ദീപ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ലാലേട്ടന് എന്റെ വീട്ടിലേക്ക് വരാം.
സാധാരണ പുറത്തു നിന്നൊക്കെ ആണുങ്ങൾ വീട്ടിലേക്ക് വരുന്നത് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതാണ്. എന്നാൽ ഇവിടെ ലാലേട്ടൻ വരുന്നതിന് ഒരു കുഴപ്പവുമില്ല. എപ്പോൾ ലാലേട്ടൻ കാണണമെന്ന് പറഞ്ഞാലും അപ്പോൾ പോയി കണ്ടോളാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ദീപയുടെ അമ്മ തിരിച്ചറിവുള്ള അമ്മയാണെന്ന് എനിക്കറിയാം. ദീപ ചോദിക്കുകയാണ്, അല്ല, എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. എനിക്കൊപ്പം ഒരിടം വരെ പോകുന്നതില് വിരോധമുണ്ടോ? എവിടേക്കാന്ന് ദീപ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, അത് പോകുന്ന സ്ഥലമൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ പോരെ. ദീപ ചോദിക്കുകയാണ്, ഒരുപാട് വൈകുമോ തിരിച്ചു വരാൻ? ഏയ്, ഒരിക്കലുമില്ല. വെളിച്ചത്ത് തന്നെ ഞാൻ തിരികെ വീട്ടിലെത്തിച്ചിരിക്കും. ദീപ പറയുകയാണ്, പിന്നെ ഇന്നലെ രാത്രി വീട്ടിലൊരു സംഭവമുണ്ടായി. ആരോ മതിൽ ചാടി വന്നു. നിഴലൊക്കെ കണ്ട് ദിയ ജന്നൽ തുറന്നപ്പോൾ അവളെ ആരോ കുത്താൻ നോക്കി. ഒന്നും അറിയാത്ത പോലെ ജയലാൽ ചോദിക്കുകയാണ്, അയ്യോ, എന്നിട്ട്? ദീപ പറയുകയാണ്, നമ്മളെല്ലാവരും കൂടി പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് ആ ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്ന ആളില്ലേ, അയാളെയാണ്. ജയലാൽ ചോദിക്കുകയാണ്, അയാൾ എന്തിനാ ദിയയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ദീപ പറയുകയാണ്, അയാളല്ല ദിയയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ആരോ മതിൽ ചാടി വരുന്നത് കണ്ട് അയാളെ പിടിക്കാനായി ജഗൻ അകത്തേക്ക് വന്നതാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ അയാളെ കണ്ടതുകൊണ്ട് അമ്മയും അച്ഛനുമൊക്കെ സംശയിച്ചത് ദിയയാണ്. അവര് തമ്മില് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറിയാം. ജയലാൽ ചോദിക്കുകയാണ്, അപ്പോൾ ഭീഷണിയുടെ നടുവിലാണ് ഇയാളുടെ വീട് അല്ലേ? സങ്കടപ്പെട്ട് ദീപ പറയുകയാണ്, അതെ, അമ്മയുടെ ശത്രുക്കളുടെ ഭീഷണിയുണ്ട്. രാത്രിയായാൽ നമുക്കെല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ജയലാൽ പറയുകയാണ്, സാരമില്ല, ബുള്ളറ്റ് ജഗൻ നല്ലവനാണ്. അങ്ങനെയുള്ള ചില ആൾക്കാർ ഉള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ദീപ പറയുകയാണ്, ലാലേട്ടനും സൂക്ഷിക്കണം. എനിക്കത് മനസ്സിലായി. പിന്നെ നമ്മൾ അമിതമായി ഭയക്കുകയും സൂക്ഷിക്കുകയുമൊക്കെ ചെയ്യുന്നത് അപകടമാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്തായാലും കാറിലേക്ക് കയറ് എന്ന് പറയുമ്പോൾ കാറിലേക്ക് കയറുകയാണ് ദീപ. കാറിൽ കയറിയ ശേഷം വീണ്ടും ദീപ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ജയലാൽ പറയുകയാണ്, പോകുന്ന സ്ഥലം എത്തുമ്പോൾ പറയാതെ തന്നെ മനസ്സിലാകും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ദൂരേക്കൊന്നും അല്ലല്ലോ. ഏയ്, വളരെ അടുത്താണ്. ജയലാൽ ദീപയോട് ചോദിക്കുകയാണ്, ഭയമുണ്ടോ? ഏയ്, ഒട്ടുമില്ല. ആദ്യമായിട്ട് എനിക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ തനിക്കിത്തിരി ഭയമുണ്ടായിരുന്നോ? ചിരിച്ചുകൊണ്ട് ദീപ പറയുകയാണ്, അന്ന് ഇത്രയും അടുപ്പമില്ലല്ലോ എനിക്ക് ലാലേട്ടനോട്. ഇപ്പോൾ ഒരുപാട് അടുത്തു അല്ലേന്ന് ചോദിക്കുമ്പോൾ തലകുനിച്ച് ചിരിക്കുകയാണ് ദീപ. അതിനുശേഷം ജയലാൽ ദീപയെ കൊണ്ടുപോകുന്നത് അവരുടെ കോളേജിലേക്ക് തന്നെയാണ്. കാറിൽ നിന്നിറങ്ങി ദീപ ചോദിക്കുകയാണ്, എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ജയലാൽ പറയുകയാണ്, എല്ലാ ദിവസവും താൻ കോളേജിൽ വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് താനത് അനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ കോളേജ് കാണിക്കാമെന്ന് കരുതി. ദീപ ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ അതിനുവേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണോ? അതിനുവേണ്ടി മാത്രമല്ല, പക്ഷേ ഇന്നിവിടെ ദീപ ഇവിടെ വന്നേ പറ്റൂ. ചിലരൊക്കെ ഇന്ന് ദീപയെ കാണേണ്ട ദിവസമാണ്. ദീപ പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ്, ഉടനെ മനസ്സിലായിക്കോളും. നോക്കണ്ട, എന്തെങ്കിലും കാര്യമില്ലാതെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരില്ലല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കിടയിലുമുണ്ട് ക്രിമിനൽസ്. മദ്യവും മയക്കുമരുന്നുമൊക്കെ യൂസ് ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അത്തരക്കാരെ കണ്ടെത്തി അവരെ മാറ്റി നിർത്തുന്നതിലാണ് നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളുടെ മിടുക്ക്. ദീപ പറയുകയാണ്, അത്തരക്കാരെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. സ്നേഹത്തോടുകൂടി അടുത്തു കൂടുമ്പോൾ അവരുടെ ഉള്ളിൽ വിഷമുണ്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കോളേജ് ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. അതിനു വേണ്ടിയിട്ടാണോ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ദീപ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, അതിനുവേണ്ടി കൂടി തന്നെയാണ്. എന്ന് വിളിച്ച് ദീപയുടെ കൈയും പിടിച്ച് കോളേജിലേക്ക് കയറുകയാണ് ജയലാൽ. അതേസമയം ഇടനാഴിയിലൂടെ നടന്നു വന്ന ദിയയുടെ കൂട്ടുകാരി പറയുകയാണ്, ദേ നിന്റെ ചേച്ചി. ജയലാലിനെയും ദീപയെയും കണ്ട് ഏറെ സന്തോഷിക്കുകയാണ് ദിയ ഫ്രണ്ട്സിനോട് പറയുകയാണ്, കൂടെ വരുന്നത് ചേച്ചിയുടെ ആളാണ്. ദിയ ചോദിക്കുകയാണ്, എന്തായിട്ടാ ചേച്ചിയും കൂട്ടി കോളേജിലേക്കൊക്കെ? പറയാം എന്ന് പറയുകയാണ് ജയലാൽ. ആദ്യം എനിക്ക് ദീപയുടെ കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. അത് ഞാൻ ഉടനെ തന്നെ ദീപയ്ക്ക് ഫോർവേഡ് ചെയ്തായിരുന്നല്ലോ. അതിനുശേഷം ചില വീഡിയോസ് വന്നു. പിന്നീട് ദീപ തെറ്റായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് കൺവിൻസ് ചെയ്യാൻ ചില ശ്രമങ്ങളും നടത്തി. അത്രയുമൊക്കെ ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ദീപയെ ഇനി എനിക്ക് വേണ്ടാന്ന്. അത് കേട്ട് ദിയ എന്ന് അമ്പരക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, അല്ല, അത് കേട്ട് അവരൊന്ന് ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയാണ്. ആ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടത്തെ കോളേജ് മേറ്റാണ്, ദീപയുടെ ജീവനെടുത്ത ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ദിയ ചോദിക്കുകയാണ്, ഓഹോ, രചനയാണോ അത്? ഞാനും അവളും തമ്മിൽ ഇന്ന് വഴക്കുണ്ടായിട്ട് തല്ലുവരെ എത്തി. ഫ്രണ്ട്സ് വന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് കഴുത്ത് ഞെക്കി കൊല്ലാതിരുന്നത്. ദീപ പേടിച്ചു നിൽക്കുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, ആഹാ, കാര്യങ്ങൾ അത്രയൊക്കെ പുരോഗമിച്ചോ? ദീപ ചോദിക്കുകയാണ്, നീ എന്തിനാ മോളെ അവളെ തല്ലാനും കൊല്ലാനും ഒക്കെ നടക്കുന്നത്?
ദിയ പറയുകയാണ് ഒഴിഞ്ഞു മാറിപ്പോയാലും പിന്നാലെ വരും ശല്യം ചെയ്യാൻ. പറയുന്നതൊക്കെ മനുഷ്യന്റെ ആയുസ്സെടുക്കുന്ന വർത്തമാനങ്ങളാണ്. അത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണോ? അവള് പറയുന്നതൊക്കെ കേട്ട് വഴിമാറി നടക്കണോ? ജയലാൽ പറയുകയാണ് പാടില്ല, ചുട്ട മറുപടി കൊടുക്കണം. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ. അന്നേരം ദിയ പറയുകയാണ് അവൾ ഇവിടെ തന്നെ ഉണ്ട്, ലാലേട്ടൻ ചേച്ചിയും കൊണ്ട് പോകല്ലേ, ഒരു മിനിറ്റ്. അത്രയും പറഞ്ഞ് അവിടെ നിന്നും രചനയെ തേടി പോവുകയാണ് ദിയ. ജയലാൽ ദീപയോട് ചോദിക്കുകയാണ് ഇപ്പൊ മനസ്സിലായോ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന്? മനസ്സിലായെന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ് കാണേണ്ടവരെ കാണണം, നമ്മൾ ഒന്നിക്കുകയാണെന്ന് അവരെ അറിയിക്കണം. ഇനി ആര് വിചാരിച്ചാലും നമ്മളെ അകറ്റാൻ പറ്റില്ല എന്ന്. അതേസമയം ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ് രചന. ഷീബ കൊലക്കേസിൽ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഈ ക്യാമ്പസിൽ കിടന്നു ചാടുന്ന ഒരുത്തിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവൾക്കും അങ്ങനെ ഒരു വിധി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. രചനയുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് നീ ഇത് എന്ത് ഫാമിച്ചാണ് രചനെ? നിനക്ക് അവളോട് വൈരാഗ്യമുണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയാമോ? ദേ വരുന്നുണ്ടവള്, ഇനി വഴക്കിനൊന്നും നിൽക്കല്ലേ. രചന പറയുകയാണ് ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ വിട്ടുകൊടുക്കില്ല ഞാൻ. രചനയുടെ അടുത്തേക്ക് വന്ന ദിയ ചോദിക്കുകയാണ് നീയല്ലേ പറഞ്ഞത് എന്റെ ചേച്ചിയുടെ വിവാഹം നടക്കില്ല എന്ന്? നീ ആ കോറിഡോറിലേക്ക് പോയി നോക്ക്, അപ്പോൾ കാണാം കാണേണ്ട കാഴ്ച എന്താണെന്ന്. കളിയാക്കി രചന ചോദിക്കുകയാണ് എന്താ നിന്റെ ചേച്ചി അവിടെ തൂങ്ങി നിന്ന് ആടുന്നുണ്ടോ? ദിയ പറയുകയാണ് അതെ, തൂങ്ങി നിൽക്കുകയാണ്. അവിടേക്ക് ചെന്നാൽ അത് കണ്ട് നിനക്ക് സന്തോഷിക്കാം. പിന്നെ നീ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു സദ്യയുടെ കാര്യം, എന്റെ ചേച്ചിയുടെ 16ന്റെ അന്ന് സദ്യ കഴിക്കുന്ന കാര്യം. ഇതൽഞ്ഞടിച്ച് ദിയ പറയുകയാണ് ഇന്ന് തൊട്ട് നീ എണ്ണിക്കോ, 16 ആകുമ്പോൾ നിന്നെ വിളിച്ചൊരു സദ്യ തരാം. നീ പോകാൻ നോക്ക് ദിയ എന്ന് ഫ്രണ്ട്സ് പറയുമ്പോൾ ദിയ പറയുകയാണ് ഞാൻ പോകാൻ തന്നെയാണ് പോകുന്നത്. ഇവളെന്റെ ചേച്ചിയുടെ വിവാഹം നടക്കില്ല എന്ന് രാവിലെ എന്നെ വെല്ലുവിളിച്ചതാണ്. സദാനന്ദന്റെ മോനെ പോലെ ആണത്വമില്ലാത്തവരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ആണിന് അപമാനമായ ചില ജന്തുക്കളെ. അങ്ങനെ അല്ലാത്തവനും ഇവിടൊക്കെയുണ്ട്. മനുഷ്യനെ തിരിച്ചറിയുന്നവർ, പെൺകുട്ടികളുടെ കണ്ണീര് കണ്ട് സന്തോഷിക്കാത്തവർ. ദേഷ്യത്തോടുകൂടി രചന പറയുകയാണ് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ ചേച്ചിയെ കെട്ടാൻ വന്നവൻ ഇനി നിന്റെ ചേച്ചിയുടെ അടുത്തേക്ക് വരിക പോലും ഇല്ല. ദിയ പറയുകയാണ് നീയെ അങ്ങോട്ട് വന്നിട്ട് അതങ്ങ് ഉറപ്പിക്കുക, അല്ലാതെ കൂടുതൽ സംസാരമൊന്നും വേണ്ട. നീ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ല, അവരുമായി സഹകരിച്ചിട്ടില്ല. കുറിച്ചു നോക്കാതെ വാടി, അപ്പൊ കാണാം നിന്റെ നാവിന് അളക്കാൻ കഴിയാത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അത്രയും പറഞ്ഞു പോവുകയാണ് ദിയ. ഒന്നും മനസ്സിലാകാതെ രചന നിൽക്കുമ്പോൾ രചനയുടെ ഫ്രണ്ട്സ് പറയുകയാണ് ദീപയെ കെട്ടാൻ പോകുന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രചന പറയുകയാണ് അതിനുള്ള സാധ്യതയൊന്നുമില്ല, എന്തായാലും നിങ്ങൾ വാ, നമുക്ക് പോയി നോക്കാം. അന്നേരം ഇവിടെ ദീപ പറയുകയാണ് ആളെ കാണുന്നില്ലല്ലോ. ഇത് കേട്ട് ജയലാൽ പറയുകയാണ് വരട്ടെ, തിരക്കില്ലല്ലോ. അന്നേരം അവിടേക്ക് ചെല്ലുകയാണ് ദിയ. ജയലാൽ ചോദിക്കുകയാണ് എന്തായി? അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുമോന്നറിയില്ല എന്ന് ദിയ പറയുമ്പോൾ ജയലാൽ പറയുകയാണ് എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നേ. എന്തായാലും അവളെ കാണാതെ ഞാൻ പോകുന്നില്ല. അന്നേരം ഫ്രണ്ട്സിനെയും കൂട്ടി അവിടേക്ക് വരികയാണ് രചന. ദിയ പറയുകയാണ് ദേ വരുന്നുണ്ട്. ഫ്രണ്ട്സിനോട് രചന പറയുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. അതിനുശേഷം ദീപയുടെ അടുത്തേക്ക് വരികയാണ് രചന. എന്നിട്ട് ജയലാലിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജയലാൽ പറയുകയാണ് പറയാം. ഒരിക്കൽ കോളേജ് വിട്ടു പോയിട്ട് നിന്റെ വീട്ടിലൊരു പാർട്ടി നടന്നു. അതിനുശേഷം ദീപയ്ക്കൊരു തളർച്ചയുണ്ടായി. പിന്നീടാണ് നീ അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായത്. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ദീപയെ പെണ്ണ് കാണാൻ ചെന്നത്. അതിനുശേഷമാണ് ഞാൻ ദീപയെ കൂടുതൽ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഊതിപ്പെരുപ്പിച്ച് എന്റെ അടുത്ത് അവതരിപ്പിച്ചാൽ നിനക്ക് തന്നെ സമയം നഷ്ടപ്പെടും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് തലകുനിച്ച് രചന നിൽക്കുമ്പോൾ ദിയ ചോദിക്കുകയാണ് മതിയായോടി നിനക്ക്? ദീപയെ ചേർത്ത് പിടിച്ച് ജയലാൽ പറയുകയാണ് ഇതെന്റെ പെണ്ണാണ്, എന്റെ ഭാര്യ ആകാൻ പോകുന്ന പെൺകുട്ടി. നീയൊക്കെ പഠിച്ചുണ്ടാക്കിയ കഥകൾ കേട്ട് എനിക്കൊരു എണ്ണവുമില്ലെങ്കിൽ നിനക്കൊക്കെ എന്താടി പ്രശ്നം? രചന പറയുകയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ തന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി പലതും പറയും, കഥകൾ വളച്ചൊടിക്കും. സത്യം നിങ്ങൾ കേട്ടതൊന്നും അല്ലെങ്കിലോ? ദേഷ്യപ്പെട്ട് ദിയ ചോദിക്കുകയാണ് പിന്നെ എന്താടി സത്യം എന്താന്ന്? അങ്ങനെ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ് വേണ്ട, ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പോകണ്ട ദിയേ. ഇനി നീയൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും ശരി, എനിക്ക് ദീപയെ വേണം. ഇനി നിനക്കെന്താ സൂക്കേട്? ഇനി ഒന്നും വില പോകില്ല എന്ന് മനസ്സിലായി നാണിച്ചവിടെ നിന്നും പോവുകയാണ് രചന. രചനയുടെ ആ പോക്ക് കണ്ട് ജയലാൽ പറയുകയാണ് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കോളേജിൽ ആൾക്കാരുണ്ടല്ലോ, ഞാനേ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണട്ടെ. ദിയ പറയുകയാണ് വേണ്ട ലാലേട്ടാ, പ്രിൻസിപ്പാളിനൊക്കെ എല്ലാം അറിയാം, ടീച്ചേഴ്സിനൊന്നും ഇവളെയൊന്നും കണ്ണെടുത്താൽ കണ്ടൂടാ. ജയലാൽ പറയുകയാണ് ഇവളുമാരെ പോലെയുള്ളവരെയൊക്കെ കോളേജിൽ നിന്നും പുറത്താക്കണം.
മാനവും മര്യാദയുമായിട്ട് പഠിക്കുന്ന പെൺകുട്ടികളുടെ ഭാവി കളയാനായിട്ട് കുറെ എണ്ണം. എന്നാലേ ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ. ശരിയെന്ന് ദിയ പറയുമ്പോൾ ജയലാൽ ദീപയോട് ചോദിക്കുകയാണ്, അല്ല ഇനി കോളേജിൽ ഇന്ന് ഇരിക്കണോ? ഇന്ന് വേണ്ടാന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, ശരി നാളെ മുതൽ കോളേജിൽ ഇരിക്കണം. ആവേശം കാട്ടിയാൽ പോരാ, റെഗുലറായിട്ട് കോളേജിൽ വരണം, പരീക്ഷ എഴുതണം. ശരിയെന്ന് സമ്മതിക്കുകയാണ് ദീപ. ദിയയോട് ജയലാൽ പറയുകയാണ്, ശരി എങ്കിൽ നമ്മൾ പോട്ടെ. തിരികെ കാറിനടുത്തേക്ക് എത്തുമ്പോൾ നിന്ന് ചിരിക്കുകയാണ് ദീപ. ജയലാൽ ചോദിക്കുകയാണ്, എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ലാന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, ഞാൻ അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചേർത്ത് പിടിച്ചത്. കല്യാണത്തിന് മുമ്പ് തൊട്ടത് കുറ്റമായി പോയോ? അങ്ങനെ ഞാൻ പറഞ്ഞോന്ന് ദീപ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, അല്ല കല്യാണത്തിന് മുമ്പ് തൊടുന്നതും പിടിക്കുന്നതുമൊന്നും ചില പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. ദീപ പറയുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കല്യാണം കഴിച്ചാൽ മതി. ഇത് കേട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ് ജയലാൽ. ദീപ പറയുകയാണ്, ഇനി ഇതുപോലെ പരസ്പരം തെറ്റിക്കാനായിട്ട് ഇവരൊക്കെ പലതും പറയും. ഒന്നാമത് ആ രചന ഇപ്പോൾ കടുത്ത ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത്. അതിന് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. താൻ പേടിക്കാതെടോ, അങ്ങനെ പേടിച്ചാൽ നമ്മുടെ കുടുംബജീവിതം തുടക്കത്തിലെ പൊട്ടിപ്പോകും. താൻ വരാൻ പോകുന്നത് ഇപ്പോൾ കണ്ട രചന എന്ന പെൺകുട്ടിയെ പോലുള്ള ഒരാളുടെ മുൻപിലേക്കല്ല, മൂത്ത മരുമകളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് ജയിലിലേക്ക് പോയ അമ്മായിയമ്മയുടെ മുൻപിലേക്കാണ്. ഇത് കേട്ടെന്ന് പേടിക്കുകയാണ് ദീപ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.